180-ലേറെ രാജ്യങ്ങളിൽ വേരോട്ടമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആധ്യാത്മിക സംഘടനയായ ദി ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ആചാര്യനായ പൂജനീയ ശ്രീ രവിശങ്കറിനുമായി വർഷങ്ങളുടെ ആത്മപാരസ്പര്യമുള്ള ഡോക്ടർ നിഷാ മണികണ്ഠനെ യാദൃശ്ചികമായി ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കേരളാശ്രമമായ മരുതൻകുടിയിലെ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കേരളാശ്രമത്തിൽ വെച്ച് കണ്ടുമുട്ടുകയുണ്ടായി. ഈ ദിവസം ഞാൻ നിഷയുമായി ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കേരളത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നിഷയുടെ വർഷങ്ങളായിട്ടുള്ള ആർട്ട് ഓഫ് ലിവിംഗ് മൂവ്മെൻറ്റുമായും അതോടൊപ്പം തന്നെ പൂജനീയ ഗുരുജിയുമായുള്ള അനുഭവങ്ങളെ പാരസ്പര്യത്തെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ചോദിക്കാം. നമസ്തേ. നിഷ ആർട്ട് ഓഫ് ലിവിങ്ങിൽ എത്തിയിട്ട് എത്ര വർഷമായി? 30 വർഷമായി. നേരത്തെ തിരുവനന്തപുരം സ്വദേശിനിയാണല്ലോ അല്ലേ? അതെ. എങ്ങനെയായിരുന്നു ആർട്ട് ഓഫ് ലിവിങ്ങിൽ എത്തുന്നത്? കോഴ്സ് ചെയ്തിട്ട് അന്ന് ആർട്ട് ഓഫ് ലിവിങ് ബേസിക് കോഴ്സ് എന്ന് പറയുന്ന സുദർശന ക്രിയ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ സജീവമായി ഗുരുദേവ് കേരളത്തിൽ വന്നപ്പോൾ, ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ആശ്രമത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ഞാനും ഹസ്ബൻഡും എൻ്റെ മകൻ ചെറിയ കുഞ്ഞായിരുന്നു. ഞങ്ങൾ ആർട്ട് ഓഫ് ലിവിങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആശ്രമത്തിൽ പോയി. പിന്നെ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ പ്രവർത്തനമായിട്ട് അവിടെ സജീവമായി ഒരുപാട് രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്ത് കോഴ്സ് എടുക്കാറുണ്ട്. 40-ലധികം രാജ്യങ്ങളിൽ ഇപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആയുർവേദ കോളേജിൽ പഠനത്തിന് ശേഷമാണല്ലോ നിങ്ങൾ രണ്ടുപേരും തന്നെ ഡോക്ടർ മണികണ്ഠനും നിഷയും ആർട്ട് ഓഫ് ലിവിങ്ങിൽ എത്തിയത്. അതെ. തുടക്കത്തിലുള്ള ആരംഭത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? ഗുരുജി എന്തായിരുന്നു നിർദ്ദേശിച്ചത്? ഞങ്ങൾ ആശ്രമത്തിൽ പോകുമ്പോൾ ആശ്രമത്തിൻ്റെ ആദ്യകാലങ്ങളാണത്. അപ്പോൾ ആശ്രമവും ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കോഴ്സസും ഒക്കെയാണ് ആദ്യകാലത്തുണ്ടായിരുന്ന ആക്ടിവിറ്റീസ്. കോഴ്സ് എടുക്കുക, ഇൻട്രോ ടോക്ക് കൊടുക്കുക. ആയുർവേദത്തിൻ്റെ വലിയ ആക്ടിവിറ്റീസൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആശ്രമത്തിൽ ഞങ്ങൾ 10-ൽ താഴെ ആശ്രമൈസായിരുന്നു. കോഴ്സുകൾ നടക്കുമ്പോൾ ആൾക്കാർ വരും. അപ്പോൾ ആയുർവേദത്തിൻ്റെ വലിയൊരു സാധ്യതയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം ഗുരുജിയുടെ നിർദ്ദേശപ്രകാരം ആയുർവേദം നമ്മൾ ബിൽഡപ്പ് ചെയ്തു. ആയുർവേദ മരുന്നുകളുണ്ടാക്കി. ഇങ്ങനെ ഇപ്പോൾ 3 ഫാക്ടറി ഉണ്ട്. പിന്നെ പഞ്ചകർമ്മ സെറ്റപ്പ് ഉണ്ടാക്കി. ഇന്ത്യ മുഴുവൻ ഡോക്ടേഴ്സിനെ നാണ്യപരീക്ഷയിൽ ട്രെയിൻ ചെയ്ത് ഇന്ത്യ മുഴുവൻ ഡോക്ടേഴ്സിനെ അയച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 15 വർഷത്തോളം മുമ്പ് ആയുർവേദ കോളേജ് ഉണ്ടാക്കി. ആയുർവേദ കോളേജ് സെറ്റപ്പ് ചെയ്തു. ഇപ്പോൾ കോളേജിൽ 100 സ്റ്റുഡൻസ് ഒരു വർഷം അഡ്മിഷനുണ്ട്. PG ഉണ്ട്. കോളേജിൻ്റെ കൂടെ ഒരു ഹോസ്പിറ്റലുണ്ട്. ഒരു 200+ ബെഡ് ഉള്ളൊരു ഹോസ്പിറ്റലുണ്ട്. പിന്നെ ശ്രീ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒറീസയിലും ഒരു ആയുർവേദ കോളേജും ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. അത് മാത്രമല്ല, ലോകം മുഴുവൻ നമ്മൾ ആയുർവേദ ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്തിട്ട് അയക്കുന്നുണ്ട്. യൂറോപ്പിൽ നമുക്ക് ഇപ്പം ഞാൻ യൂറോപ്പ് ടൂർ കഴിഞ്ഞിട്ടാണ് വന്നത് 9 രാജ്യങ്ങളിൽ. അപ്പോൾ അവിടെ നമുക്ക് 12 ഡോക്ടേഴ്സുണ്ട്. പിന്നെ US-ലുണ്ട്. അതുപോലെ ലോകമെമ്പാടും. അതാണ് ആയുർവേദത്തിൻ്റെ ആക്ടിവിറ്റി. അതല്ലാതെ ഞങ്ങൾ മെഡിറ്റേഷൻ ടീച്ചേഴ്സാണ്. ഈ സുദർശനക്രിയയുടെ ബേസിക് ലെവലിൽ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അഡ്വാൻസ്ഡ് മെഡിറ്റേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് സൈലൻസും മെഡിറ്റേഷനും ഒക്കെ ആയിട്ട് കുറച്ചും കൂടി ഡീപ്പറായിട്ടുള്ള ഒരു കോഴ്സുണ്ട്. പിന്നെ ബ്ലെസ്സിങ് കോഴ്സ്. ഇപ്പോൾ കേരളത്തിൽ വന്നത് ബ്ലെസ്സിങ് പ്രോഗ്രാം ചെയ്യാനാണ്. ബ്ലെസ്സിങ് അത് സാധാരണ ആൾക്കാരെ തന്നെ അവരുടെ മാനസികാവസ്ഥ കുറച്ചും കൂടി ഹയ്യറാക്കിയിട്ട് അവരെ മറ്റുള്ളവരെ ബ്ലെസ് ചെയ്യാൻ പ്രാപ്തരാക്കുന്ന ഒരു കോഴ്സാണ് ബ്ലെസ്സിങ് കോഴ്സ്. അപ്പോൾ അതിൻ്റെയൊക്കെ ടീച്ചേഴ്സാണ് ഹസ്ബൻഡും. ഞങ്ങൾ ഒരുപാട് ടീച്ചേഴ്സുണ്ട്. കോഴ്സ് ഇങ്ങനെ എന്നുവെച്ചാൽ ആർട്ട് ഓഫ് ലിവിങ് 43 വർഷമായി 180 രാജ്യങ്ങളിൽ ആയിട്ട് സ്പ്രെഡായിട്ടിരിക്കുകയാണ്. 10,000 ആർട്ട് ഓഫ് ലിവിങ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പോൾ യൂറോപ്പിലും 2 ഇൻ്റർനാഷണൽ സെൻറ്റേഴ്സ്, നമ്മൾ ആശ്രമം എന്ന് വിളിക്കുന്ന സെൻറ്റേഴ്സുണ്ട്. പിന്നെ എല്ലായിടത്തും, പാരീസിൽ എല്ലായിടത്തും ആർട്ട് ഓഫ് ലിവിങ് സെൻറ്റേഴ്സ് ഉണ്ട്.
കാരണം മില്യൺസ് ഓഫ് ആൾക്കാർ സൂക്ഷ്മക്രിയ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് പലരും വോളണ്ടിയേഴ്സായി ഇതിൽ സജീവമായിട്ട് നിൽക്കും. അതിൽ കുറേ പേര് ടീച്ചേഴ്സാവും, അങ്ങനെ ഇത് പഠിപ്പിച്ച് അങ്ങനെ ഇത് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ എല്ലായിടത്തും ലാറ്റിൻ അമേരിക്കയിലും ഞാൻ 14 രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അവിടെയും നമുക്ക് സെൻറ്റേഴ്സ് ഉണ്ട്, വോളണ്ടിയേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. പല കോഴ്സസും, എല്ലാ ആർട്ട് ഓഫ് ലിവിങ് കോഴ്സസും നടക്കുന്നുണ്ട്. US-ൽ ഇൻ്റർനാഷണൽ സെൻറ്ററുണ്ട്, ബൂൺ ആശ്രം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും US-ൽ ഇപ്പോൾ വേൾഡ് കൾച്ചർ ഫെസ്റ്റിവൽ ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്നു. അതൊരു വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്. അങ്ങനെയുള്ള പല രാജ്യത്തിലെയും പ്രസിഡൻസും പ്രൈം മിനിസ്റ്റേഴ്സും പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സും പിന്നെ ആർട്ടിസ്റ്റ് 100+ ആർട്ടിസ്റ്റ്, അങ്ങനെ ഒരു വളരെ ഗംഭീരമായിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു അത്. അപ്പോൾ ഈ എല്ലാ ആക്ടിവിറ്റിയിലും ഒരു ഗുരുകൃപ കൊണ്ട് എല്ലാ ആക്ടിവിറ്റിയിലും പങ്കുചേരാനുള്ള ഒരു ഭാഗ്യം ഈ ലൈഫിലുണ്ടായി. ഇപ്പോൾ ശ്രീ ആയുർവേദയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ശ്രീ ആയുർവേദയ്ക്ക് നമുക്ക് ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ. നാഡി പരീക്ഷ നമ്മുടെ ഒരു പ്രത്യേകതയാണ്, നാഡി പരീക്ഷ. അപ്പോൾ നാഡി പരീക്ഷകായിട്ടുള്ള ഡോക്ടേഴ്സ് കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ട്. പിന്നെ ശ്രീ തത്വയുടെ മെഡിസിൻ ഡിസ്ട്രിബ്യൂഷൻ, മെഡിസിൻസ് ഉണ്ട്. അതാണ് കേരളത്തിൽ മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ്. പിന്നെ വെൽനസ് ഒരു വലിയ ടോപ്പിക്കാണല്ലോ ഇപ്പം, പ്രത്യേകിച്ചും കോവിഡിന് ശേഷം. കോവിഡിൽ നമ്മൾ കണ്ടു നമ്മുടെ ഹെൽത്തിന് നമ്മൾ തന്നെയാണ് റെസ്പോൺസിബിൾ എന്നുള്ളത് എല്ലാവരും, ലോകത്തുള്ള ജനത മുഴുവൻ അറിഞ്ഞു. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ആയുർവേദത്തിനും വെൽനസ്സിനൊക്കെ വളരെയധികം ഡിമാൻഡുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ഈ ആയുർവേദ ശാസ്ത്രം എങ്ങനെയാണ് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്. എല്ലാ രാജ്യത്തെ ആൾക്കാർക്കും അവർക്കിത് ഉപകാരപ്രദമാണ്, ഇത് എൻ്റെ ജീവിതത്തിൽ അഡാപ്റ്റ് ചെയ്യണം എന്നുണ്ട്. അപ്പം നമ്മുടെ ജോലി എന്താണെന്ന് വെച്ചാൽ അത് എങ്ങനെയാണ് അവർക്ക് യൂസ്ഫുള്ളായിട്ട് സ്വന്തം ലൈഫിൽ യൂസ്ഫുൾ ആക്കാൻ പറ്റുക, പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഡോക്ടേഴ്സിന് അവിടുത്തെ പരിമിതികൾ വെച്ചുകൊണ്ട് അവരെ സഹായിക്കാൻ പറ്റുക. അപ്പോൾ ഇതാണ് നമുക്ക് ശ്രീ തത്വയിൽ പുറം ലോകത്ത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ പല സ്ഥലത്തും പല രാജ്യങ്ങളിലും ശ്രീ തത്വയുടെ മരുന്നുകൾ എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ത്രിഫല, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന മരുന്നുകളാണ്. അങ്ങനെ ഒരു വലിയ റേഞ്ച് ഓഫ് മെഡിസിൻസ് പല രാജ്യത്തും ലൈസൻസൊക്കെ കഴിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ പഞ്ചകർമ്മ എന്ന് പറയുന്ന സാധ്യത അവർക്ക് മനസ്സിലാകുമ്പോൾ അവർ നമ്മുടെ കോളേജിൽ, നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് പഞ്ചകർമ്മ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആയുർവേദത്തിൻ്റെ ഒരു റിവൈവലാണ് ശ്രീ തത്വയിലൂടെ നടക്കുന്നത്. ഗുരുദേവ് വളരെ ശക്തമായി ആയുർവേദത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആയുർവേദമാണ് ഫ്യൂച്ചർ മെഡിസിൻ എന്നാണ് ഗുരുദേവ് പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെയാണ് താനും. അത് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ആയുർവേദമാണ് ഏറ്റവും നല്ലത്. അതുമാത്രമല്ല, ക്രോണിക് ഡിസീസ്, ഇപ്പോൾ ഞാൻ ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പലർക്കും അറിയില്ല ക്യാൻസറിന് എങ്ങനെയാണ് ആയുർവേദം ഹെൽപ്പ് ആവുക എന്നുള്ളത്. അപ്പോൾ എനിക്കൊരു ടീമുണ്ട്, ആയുർവേദ ഡോക്ടേഴ്സും അലോപ്പതി ഡോക്ടേഴ്സും നാച്ചുറോപ്പത്തും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ടീമുണ്ട്. അപ്പം നമ്മൾ അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് ഒരു വലിയൊരു ഗിഫ്റ്റാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മളൊരു 6 വർഷമായി ക്യാൻസറിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2700ഓളം പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തു. പിന്നെ ക്യാൻസർ എന്ന് പറയുന്നത് വളരെ വൈവിധ്യമായിട്ടുള്ളൊരു മേഖലയാണ്. അപ്പോൾ എല്ലായിടത്തും നമുക്ക് ക്യൂറല്ല നടക്കുന്നത്. പല സ്ഥലത്തും ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക, പിന്നെ സെക്കൻഡറി പ്രിവെൻഷൻ, വന്നവർക്ക് വീണ്ടും വരാതിരിക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള പ്രോട്ടോകോൾസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്ട്രോങ് ആയിട്ടുള്ള ബ്രെത്ത് ഇൻ്റർവെൻഷൻസ് ഉണ്ട്, സുദർശനക്രിയ പോലെയുള്ളത്, സുദർശനക്രിയ, പ്രാണായാമം, മെഡിറ്റേഷൻസ്. അപ്പം മൈൻഡ് ബോഡി പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടോക്കോൾ നമ്മുടെ എല്ലാ അസുഖങ്ങൾക്കും സ്ട്രോങ് ആയിട്ട് അങ്ങനെ ഒരു പ്രോട്ടോക്കോളും കൂടെ നമ്മൾ ചെയ്യുക. ഔഷധം മാത്രമല്ല. കാരണം ഒരു അസുഖം ഉള്ള ഒരാൾക്ക് എല്ലാ ടൂൾസും വെളിയിലെടുത്ത് അസുഖത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരിക, അതാണ് ഒരു കംപ്ലീറ്റ് മെഡിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആയുർവേദവും കൂടി ചേരുമ്പോൾ അങ്ങനെ ഒരു നമ്മുടെ ഈ പ്രോട്ടോകോൾസും കൂടി ചേരുമ്പോഴാണ് ശരിക്കും പൂർണ്ണമായിട്ടുള്ള ആ ഹീലിങ്ങിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ആക്ടിവിറ്റി.
കേരളത്തിലെ ഒരു വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ കോവിഡാനന്തര കാലത്തെ പ്രശ്നങ്ങളെ ആർട്ട് ഓഫ് ലിവിങ്ങിൽ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്, അഡ്രസ് ചെയ്യുന്നത്? ലോങ് കോവിഡ് എന്ന് പറയുന്ന പോസ്റ്റ് കോവിഡ് സിൻഡ്രോം ഒരു വലിയ ചാലഞ്ചാണ്. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് ഞാൻ ക്യാൻസറാണ് ട്രീറ്റ് ചെയ്തിരുന്നെങ്കിലും കോവിഡിൻ്റെ സമയത്ത് നീഡ് ഓഫ് ദ ടൈമാണല്ലോ. അപ്പോൾ ഞാൻ ഒരുപാട് കോവിഡ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തു. ഇപ്പോൾ ലോങ് കോവിഡും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്നുവെച്ചാൽ നമുക്കും ഇത് പുതിയതാണ്, കാരണം കോവിഡ് ഒരു പുതിയ പ്രതിഭാസമായിരുന്നു. അപ്പോൾ ഈ ലോങ് കോവിഡ് നെർവസ് സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, ഈവൻ മസ്കുലോസ്കെലറ്റ് എല്ലാ സിസ്റ്റവും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പലതരം വിചിത്രമായിട്ടുള്ള കേസസാണ് വരുന്നത്. അവർ വന്നിട്ട് പിന്നെ നമ്മൾ അത് പഠനങ്ങളിലൂടെയും നിരീക്ഷണത്തിലൂടെയും എക്സ്പീരിയൻസിലൂടെയും നമുക്ക് മനസ്സിലാവുകയാണ് ഇത് കോവിഡിന് ശേഷം അതുകൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നുള്ളത്. അപ്പോൾ അതിന് ആയുർവേദ മെഡിസിൻസ് വളരെ സ്ട്രോങ് ആയിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ചും ബ്രെയിൻ ഫോഗ് ഒക്കെ വരുന്നവരുണ്ട്, വൈബ്രേഷൻസ്. ഒരു പേഷ്യൻ്റ് എന്നോട് വന്ന് പറഞ്ഞതാണ്, ഐ ആം ബസ്സിങ് ലൈക്ക് എ ബാറ്ററി. എന്നിട്ട് എൻ്റെ ഡോക്ടേഴ്സൊന്നും എന്നെ ഡയഗ്നോസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് തോന്നണതാണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് എ പോസ്റ്റ് കോവിഡ് സിംറ്റം. അപ്പോൾ അതിനൊക്കെ ആയുർവേദത്തിൽ നെർവസ് സിസ്റ്റത്തിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ ലങ് ഇഷ്യൂസ് ഉള്ളവർ ഒരുപാട് പേരുണ്ട്. ലങ് ഇഷ്യൂസിന് ആയുർവേദത്തിൽ വളരെ നല്ല ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ലങ് എഫിഷ്യൻസി കൂട്ടാനുള്ള മരുന്നും ലങ് പ്രൊട്ടക്റ്റീവും, ചവനപ്രാശമൊക്കെ അതിലൊന്നാണ്, അഭ്രകഭസ്മം, അങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട്, കസഹരി. അങ്ങനെ പല കാര്യങ്ങളിലും ആയുർവേദത്തിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ സുദർശനക്രിയയും പ്രാണായാമം മെഡിറ്റേഷനും ഒക്കെ ഒന്ന് ഫിസിക്കലി ഹീൽ ചെയ്യാനും അത് സഹായിക്കും, രണ്ട് മൈൻഡിനെ ഹാൻഡിൽ ചെയ്യാനും ഒരുപാട് സഹായിക്കും. കാരണം ഈ കോവിഡിന് ഫിസിക്കൽ മാത്രമല്ല മൈൻഡിനെയും അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കോവിഡ് നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമുക്കറിയായിരുന്നു കോവിഡിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്ത് റെസിലിയൻസ് ഇല്ലാതെ ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു കാലമായിരുന്നു അത്. അപ്പോൾ ഓൾറെഡി മെഡിറ്റേറ്റേഴ്സും സുദർശനക്രിയയൊക്കെ ചെയ്തവർ വളരെ ഈസോടെയാണ് ആ കാലഘട്ടം തരണം ചെയ്തത്. അതുമാത്രമല്ല, ആ സമയത്ത് ഗുരുജി എല്ലാ ദിവസവും 2 സമയം മെഡിറ്റേഷൻ കൊടുക്കുമായിരുന്നു, ഫ്രീ ആയിട്ട് ഓപ്പണായിട്ട് യൂട്യൂബിൽ. അപ്പോൾ അതൊക്കെ ഒരുപാട് ആൾക്കാരെ മുന്നോട്ട് പോകാൻ സഹായിച്ചു. അപ്പോൾ അതേപോലെ അതേ മെഡിറ്റേഷന് സുദർശനക്രിയയ്ക്ക് ഈ പോസ്റ്റ് കോവിഡ് സിംറ്റംസിലും സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഹെൽത്തി ബോഡിയിലെ എല്ലാ സിസ്റ്റംസും നന്നായിട്ട് ഫങ്ഷൻ ചെയ്യണം, ആൻഡ് ഹെൽത്തി മൈൻഡ്. അപ്പോൾ ഇതിന് രണ്ടിനും നമുക്ക് ആർട്ട് ഓഫ് ലിവിങ്ങിൽ ഉത്തരമുണ്ട്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു മിഷൻ. അതാണ് ആർട്ട് ഓഫ് ലിവിങ്ങിലെ പുതിയ കോഴ്സുകൾ ഏതൊക്കെയാണ്? പുതിയ കോഴ്സുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. ഒരുപാട് പുതിയ കോഴ്സുകൾ, അതിലെ പ്രധാനപ്പെട്ട കോഴ്സുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ ഈ അഡൾട്ട്സിനുള്ള കോഴ്സ്, ഇങ്ങനെ ബേസിക് കോഴ്സ്, ഹാപ്പിനെസ് കോഴ്സ് എന്ന് പറയും, സുദർശനക്രിയ പഠിപ്പിക്കുന്ന അതിലാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അഡ്വാൻസ് മെഡിറ്റേഷൻ കോഴ്സ് ഉണ്ട്, സഹജ് സമാധി മെഡിറ്റേഷൻ കോഴ്സ്, പേഴ്സണൽ മന്ത്ര കൊടുത്തിട്ടുള്ള ഒരു കോഴ്സുണ്ട്. പിന്നെ DSN കോഴ്സ് എന്ന് പറയുന്നത് അത് ദിവ്യ സമാജ് കാ നിർമ്മ, മേക്കിംഗ് എ ഡിവൈൻ സൊസൈറ്റി. ഒരാളെ എംപവർ ചെയ്ത് നമ്മുടെ ഉള്ളിലെ ഇൻഹിബിഷൻസ് എല്ലാം മാറ്റിയെടുത്ത് എന്തൊക്കെ കഴിവുകളുണ്ടോ അത് പുറത്തെടുത്ത് വളരെ നല്ലൊരു ഇൻഡിവിജ്വലായിട്ട് ജീവിക്കാൻ സഹായിക്കുന്ന ഒരു കോഴ്സാണ് DSN കോഴ്സ്. പിന്നെ വോളണ്ടിയേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. അതിൽ അത് വെച്ചാൽ വോളണ്ടിയർ എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും ആ സേവാ മനോഭാവമുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിന് എങ്ങനെയാണ് നമ്മളുടെ ആ സേവാ മനോഭാവം സൊസൈറ്റിക്ക് യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ഈർക്കിലിട്ടാണ് നമുക്കൊരു റൂം ക്ലീൻ ചെയ്യാൻ പറ്റില്ല, പക്ഷേ കുറേ ഈർക്കിൽ ചേർന്ന് ഒരു ചൂലാവുമ്പോഴാണ് നമുക്ക് റൂം ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ ഗ്രൂപ്പ് എനർജി വളരെ വ്യത്യാസമാണ്. ഒരേ ഫോക്കസായിട്ട് ഗ്രൂപ്പായിട്ട് സേവ ചെയ്യുമ്പോൾ അതിന് ഭയങ്കര മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതിന് നമ്മളെ പ്രാപ്തരാക്കുന്നതാണ് VTP കോഴ്സ്. അപ്പോൾ VTP കോഴ്സ് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമുണ്ട്. അതിൽ ട്രെയിനിങ് തന്നിട്ട് ആർട്ട് ഓഫ് ലിവിങ് ടീച്ചറാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അഡൾട്ട്സിനുള്ള കോഴ്സ്. കുട്ടികൾക്കുള്ള കോഴ്സുകൾ ഒരുപാടുണ്ട്. ആർട്ട് എക്സൽ എന്ന് പറയുന്ന കോഴ്സ്, ഓൾറൗണ്ട് ട്രെയിനിങ് ഫോർ എക്സലൻസ്. അപ്പോൾ അത് ചെറിയ കുട്ടികളുടെ കോഴ്സ്. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ബ്രീതിങ് ടെക്നിക്സ് ഒക്കെ പഠിപ്പിക്കും. ഷോർട്ട് സൊല്യൂഷൻ ക്രിയൊക്കെ ഉണ്ട് അതിൽ. പിന്നെ കുട്ടികളുടെ ഒരു പുതിയ കോഴ്സുണ്ട്, ഇൻറ്റ്യൂഷൻ പ്രോഗ്രാം. അപ്പോൾ നമ്മുടെ മനസ്സിൽ മിഡ് ബ്രെയിൻ ആക്ടിവിറ്റിയൊക്കെ
ചെയ്തിട്ട് മനസ്സിൻ്റെ ഇൻഡ്യൂട്ടീവ് എബിലിറ്റീസ് പുറത്ത് കൊണ്ടുവരുന്ന ഒരു കോഴ്സാണ് ഇൻഡ്യൂഷൻ കോഴ്സ്. അപ്പോൾ ഇൻഡ്യൂഷൻ കോഴ്സ് കഴിയുമ്പോൾ കുട്ടികൾ വളരെ ഷാർപ്പ് ഇൻ്റലക്റ്റ് ആവും, അവരുടെ ഇൻഡ്യൂഷൻ വളരെ വ്യക്തമാവും. അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ ഒക്കെ ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ട് വായിക്കും, മുന്നിൽ നിൽക്കുന്ന ആൾ എല്ലാം ഡ്രസ്സിൻ്റെ കളർ വരെ പറയും. ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ട് സ്കേറ്റിംഗ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഓരോരുത്തരുടെയും എബിലിറ്റി വ്യത്യസ്തമായിട്ടാണ് പുറത്തു വരുന്നത്. കുട്ടികൾ എന്ന് പറയും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നാളെ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസൊക്കെ പറയും. പിന്നെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കളഞ്ഞു പോകുമ്പോൾ ആൾക്കാർ പോയി കുട്ടികളോടാണ് ചോദിക്കുന്നത് എവിടെയുണ്ടെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയും, അത് കാറിൻ്റെ സീറ്റിൻ്റെ അടി നോക്കിയാൽ മതി, അവിടെ ഉണ്ട്, അല്ലെങ്കിൽ വീട്ടിലെ ഇന്ന അലമാരയിൽ ഉണ്ട്. ഒരു റീസെൻ്റ്ലി ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു കുട്ടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയപ്പോൾ ഒരു ഇൻഡ്യൂഷൻ കുട്ടി പറഞ്ഞു, ഇങ്ങനെ ഇന്ന കാറിൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തു. ഇത് മഹാരാഷ്ട്രയിൽ നടന്ന സംഭവമാണ്. പോലീസ് അതിൻ്റെ സഹായത്തോടെ അത് പിടിച്ചു. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് യൂസ്ഫുൾ ആക്കാവുന്ന ഒരു സംഗതിയാണ്. കുട്ടികളെ ഏറ്റവും ചെറുതായിരിക്കുമ്പം ഇൻഡ്യൂഷൻ പ്രോഗ്രാം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ടീനേജേഴ്സിൻ്റെ കോഴ്സുണ്ട്, YLTP എന്ന് പറഞ്ഞ യൂത്ത് എംപവർമെൻറ്റ് പ്രോഗ്രാം ഉണ്ട്, യൂത്ത് ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം, ഒരുപാട് വിവിധ തരത്തിൽ. ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു ഉദ്ദേശം സമൂഹത്തിനെ സ്ട്രോങ് ആക്കിയെടുക്കുക, ആൾക്കാരുടെ പോസിബിലിറ്റീസിനെ വെളിയിൽ കൊണ്ടുവന്ന് അത് എങ്ങനെയാണ് ഒരു നല്ല ലൈഫിന് വ്യക്തിഗതമായിട്ടും അവരുടെ ലൈഫ് മാറും, ആസ് എ മെമ്പർ ഓഫ് എ സൊസൈറ്റിക്കുള്ള കോൺട്രിബ്യൂഷൻ. ഇതാണ് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കോഴ്സസിൻ്റെ പിന്നിലുള്ളത്. ഏതായാലും ഈ മധ്യാഹ്നത്തിൽ ആർട്ട് ഓഫ് ലിവിങ് കേരള ആശ്രമത്തിൽ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ പ്രവർത്തനങ്ങളുടെ വിപുലമായിട്ടുള്ള ഒരു നേർക്കാഴ്ച, ഒരു രേഖാചിത്രം പകർത്തി തന്ന നമ്മളുമായി പങ്കുവച്ച ഡോക്ടർ നിഷ മണികണ്ഠന് എല്ലാ നന്ദിയും ഭാവുകങ്ങളും നേരട്ടെ. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം. ജയ് ഗുരുദേവ്.